സാധാരണ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ അധികാരം താഴ്ത്തട്ടിലെത്തിക്കുക എന്നത് ഗാന്ധിജിയുടെ ഒരു സ്വപ്നമായിരുന്നു. നെഹ്റുവിന്റെ കാലത്ത് തന്നെ തുടങ്ങിയതാ. ഇതൊന്നും അല്ല കാര്യം. ഇത് ഇടതുപക്ഷത്തിന്റെ കാലത്ത് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എന്തോന്ന് തുടങ്ങിയെന്നാ? പഞ്ചായത്ത് രാജ്, ജനകീയ ആസൂത്രണം എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പാഴാക്കിയെന്നല്ലാതെ. അങ്ങനെ പറയാൻ പറ്റില്ല. പുതിയ പദ്ധതി വരുമ്പോ എന്തോന്ന് പുതിയ പദ്ധതി? ഇവിടെ കോൺഗ്രസ്സുകാരാ ആദ്യം കൊണ്ടുവന്നത്. സാർ എന്തു വേണം? കുറെ നേരമല്ലേ ഇവിടെ കിടന്ന് ഇറങ്ങണത്. ഇതൊന്ന് നോക്കണം. എന്റെ മോന് സ്കൂളിൽ ചേരാനുള്ളതാ. ഇന്നൊന്നും നടക്കില്ല. ആഫീസർ സ്ഥലത്തില്ല. പോയി അടുത്ത ആഴ്ച വാ. ഇന്ന് സ്കൂളിൽ കൊടുക്കണം. മാഷ് 3 മണി വരെ ഉണ്ടാവുന്നാ പറഞ്ഞേ. ഏത് മാഷ്? ഇവന്റെ സ്കൂളിലെ. അകത്തേ ചെല്ല്. ആ മേടത്തേക്കാണ്. ഇതെന്തിനാ എന്നെ കാണിക്കുന്നത്? ഞാനിപ്പോ എന്ത് വേണം? ഇവിടുന്ന് എന്താ കടലാസാ? മോന്റെയാ. ഇന്ന് സ്കൂളിൽ ചെന്നപ്പോ പറയാ ഇവൻ പെണ്ണാണെന്ന്. ഇത് മാറ്റിക്കൊണ്ട് ചെല്ലാൻ മാഷ് പറഞ്ഞു. അതിന് ഞങ്ങൾ എന്ത് വേണം? ഇതൊന്ന് മാറ്റി മേടിക്കാനാ. ഓഹോ, ഇതിനെ എവിടെ പെറ്റത്? ആശുപത്രിയിലാ. എന്നാ അങ്ങോട്ട് ചെല്ല്, അവരോട് പോയി പറ. സ്കൂളിൽ ചേർത്ത് വച്ചാ നമ്മൾ എങ്ങോട്ടാ പോകുന്ന വെച്ചാ? നമുക്ക് ആശുപത്രി പോണം. ആശുപത്രിയിലോ? എന്തിന്? അതൊക്കെ ഉണ്ട്. എത്രയായി? 4 രൂപ. ഇതാ, ഇതെടുത്ത് വെച്ചോളൂ. വാ. മോനെ എവിടെയാ പറ്റത്? ഒരിടവത്തിലായിരുന്നു. നല്ല മഴക്കാലത്ത്. അതിനിപ്പോ ഞാൻ എന്നാ വേണം? ഈ കടലാസൊന്ന് ശരിയാക്കി. മോനാ, ഇത് മാറ്റി വാങ്ങിക്കാൻ മാഷാ പറഞ്ഞത്. ഇതൊന്നും നമ്മുടെ വകുപ്പല്ല. ഇതൊക്കെ തരാൻ ഇവിടെ വേറെ സാറന്മാരുണ്ട്. ഇവൻ ആണാണെന്ന് എഴുതി തന്നാ മതി. അങ്ങേയറ്റത്തെ മുറിയിൽ സൂപ്രണ്ട് സാറുണ്ട്. അവിടെ പോയി പറ. ഓ, ദാ ഇത്തവണ നമുക്ക് കലക്കണം. കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗ് വളരെ ബോറായി പോയിന്ന്. ഇല്ല, ഞാൻ ആ ഡോക്ടർ ശൈലജയുടെ ഡാൻസ് കണ്ടപ്പോഴേ ഇറങ്ങി അങ്ങോട്ട് പോന്നു. പിന്നെ റൂമിൽ പോയി 2 സ്മോൾ അടിച്ചതിന് ശേഷമാണ് വീട്ടിൽ പോകാൻ പറ്റിയത്. ഇത്തവണ പാർട്ടി ഏതായാലും ഗംഭീരമാക്കണം. പിന്നെ മെനുവിൻ്റെ കാര്യം നമ്മളൊന്ന് പ്രത്യേകം പറഞ്ഞേക്കണേ. അത് ശരിയാക്കാന്നേ. ഇറ്റ്സ് നോ പ്രോബ്ലം. യെസ് വി ക്യാൻ ഡു ഇറ്റ്. നമുക്കത് ചെയ്യാന്നേ. ഓക്കെ. ഏത് കാരണം കൊണ്ടായാലും ശരി, ഇപ്രാവശ്യം മീറ്റിംഗ് നമുക്ക് മോശമാക്കരുതേ. പാർട്ടി ഗംഭീരമായിരിക്കണം, മെനു സ്പെഷ്യലായിരിക്കണം. നമുക്കത് വിശദമായി തന്നെ സംസാരിക്കണം. വാട്ട്സ് മാറ്റർ? ശരി. ഇല്ല, നീ വീട്ടിൽ കാണുമല്ലോ. ഞാൻ രാത്രി അങ്ങോട്ട് വിളിക്കട്ടെ? ഞാൻ രാത്രി അങ്ങോട്ട് വിളിക്കാം. ശരി. ഓക്കെ, നോ പ്രോബ്ലം. ഐ കോൾ യു ബാക്ക്. എന്താ പ്രശ്നം? ഉണ്ണി ഫീമെയിൽ. കൊള്ളാലോ. ഇവിടുന്ന് തന്നതാ. സരോജ എവിടെയാ പറ്റത്? മോനാ. നോ, ഇതൊന്നും ഇവിടെയല്ല തിരുത്തേണ്ടത്. ഇതിനെല്ലാം നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ പോകണം. അവരാ പറഞ്ഞത് ഇവിടെ വരാൻ. നീ പിന്നെ വിളിച്ചോ? ഇവിടെ വേറൊരു പ്രശ്നം. ആണ് പെണ്ണായിരിക്കുന്നു. എങ്ങനെയുണ്ട്?
അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എഴുതായിട്ടും പാവം മോനങ്ങ് കഷ്ടപ്പെട്ടു. നല്ല വെയിലും. നാളെയെങ്കിലും ശരിയായാൽ മതിയായിരുന്നു. ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിക്കും. നിങ്ങൾ അതിനെ വിഷമിക്കുന്നത് എന്തിനാ? എന്തെങ്കിലും കഴിക്കണ്ടേ? ഒന്നും വേണ്ട. നടന്ന് നടന്ന് വിശപ്പ് കിട്ടും. മോനെ, ആ മറ്റേ ഫയലെടുത്ത്. ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ സാറന്മാരെ ശരിയാക്കി തരുമെന്ന്. ഏത് ഡോക്ടർ? അതേയ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ തിരുത്തി കൊടുക്കലല്ല ഞങ്ങളുടെ പണി. ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. അതിനിടയിലാ ഓരോരുത്തർ. എങ്ങനെയെങ്കിലും ഇവന് സ്കൂളിൽ ചേർക്കാന്ന് വെച്ചാ. ഹോ. ഇവൻ മോനാ. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ തുണി പൊക്കി നോക്കലല്ല ഞങ്ങളുടെ പണി. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ മെനക്കെടുത്താതെ. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എനിക്കിതൊന്നും പിടിപാടില്ല. ഇവനെ ഓർത്തിറങ്ങിയതാ. എന്നാ നേരെ കലക്ടറേറ്റിലേക്ക് ചെല്ല്. കലക്ടർക്ക് അപേക്ഷ കൊടുക്ക്. അതിൻ്റെതായ രീതിക്ക് വരട്ടെ. പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ ഇവിടെ നിന്ന് ശല്യം ചെയ്യല്ലേ. പോ പോ. അച്ഛന്റെ കാല് വേണിക്കുന്ന. നമുക്ക് വീട്ടിൽ പോവാം. കുറച്ചുകൂടി നടക്ക്. കളക്ടർമാനെ കണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോവാം. Oh.